देखो कौन का फोटो भेजता हूँ आपको, फोटो देखना। ഹായ് ഫ്രണ്ട്സ്, കേവ് ഗാർഡൻ ഒക്കെ കണ്ട് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൂ കാണാൻ പതിയെ നടന്നു തുടങ്ങിയത്. നൈനിറ്റാളിന്റെയും കേവ് ഗാർഡന്റെയും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ തീർച്ചയായും കാണണം. ഞാൻ ഇപ്പൊ നടന്ന സൂവിന്റെ മുന്നിലെത്തി. ഇതാണ് നൈനിറ്റാളിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സൂ. ഡാർജിലിംഗ്, സിക്കിം എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള ഉത്തരേന്ത്യയിലെ ഏക ഹൈ ആൾട്ടിറ്റ്യൂഡ് മൃഗശാല കൂടിയാണിത്. എന്നാൽ ഇപ്പോൾ ഈ സൂ നൈനിറ്റാളിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മൃഗങ്ങളെ വളരെ അടുത്ത് നിന്ന് കാണാം എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ടിക്കറ്റ് 100 രൂപയാണ്. അതെടുത്ത് ഞാൻ മൃഗശാലയുടെ അകത്ത് കയറി. സൂവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ആദ്യം കോഴികളെയാണ് കാണുന്നത്. പല ഇനം കോഴികൾ. നമ്മുടെ നാട്ടിലൊക്കെ കോഴികളെ ഇവിടെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു വലിയ കൂട്ടിൽ വിഹരിക്കുകയാണ് ഒരു വലിയ കടുവ. രണ്ട് കടുവകളാണ് ഈ കൂട്ടിലുള്ളത്. കടുവകളെ വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള കടുവകൾ. തൊട്ടടുത്ത് ഒരു തുറന്ന പ്രദേശത്ത് കരടികളെ കാണാം. ഇത് സാധാരണ കരടിയല്ല, ഹിമാലയൻ കരടി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല വലിപ്പവുമുണ്ട്. അതിനോട് ചേർന്ന് മാനുകളെയും കാണാം. കുട്ടിമാനുകളുമുണ്ട്, വലിയ മാനുകളുമുണ്ട്. നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന അത്രയും അടുത്താണ് മാനുകളെ പാർപ്പിച്ചിരിക്കുന്നത്. മൃഗശാലയിൽ ഹിമാലയത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി മൃഗങ്ങളുണ്ട്. റോയൽ ബംഗാൾ കടുവ, ടിബറ്റൻ ചെന്നായ്ക്കൾ, പുള്ളിപ്പുലി, പൂച്ച, ഹിമാലയൻ കരടി തുടങ്ങിയ മൃഗങ്ങൾ ഈ മൃഗശാലയുടെ പ്രത്യേകതയാണ്. പിന്നൊരു മൃഗത്തിന്റെ പേര് ലേശം കൗതുകമാണ്. സാമ്പാർ എന്നാണ് ഈ മൃഗത്തിന്റെ പേര്. കുറച്ച് മുകളിലേക്ക് ചെന്നപ്പോഴാണ് അത് ഞാൻ കണ്ടത്. നല്ല ഉശിരൻ ചീറ്റപ്പുലികൾ. ഒന്നല്ല 3 എണ്ണമാണ് ഒരു കൂടിനുള്ളിൽ. ആദ്യമൊക്കെ കൂട്ടിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് അടി തുടങ്ങി. എന്തോ കുടുംബ പ്രശ്നമാകും എന്നൊക്കെ ഞങ്ങൾ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ആ കാഴ്ച. പുലി പുല്ല് തിന്നുന്നത് കണ്ടിട്ടുണ്ടോ? അതും കണ്ടു ഞങ്ങൾ. അടി കഴിഞ്ഞ ക്ഷീണത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് പുല്ലും ആളകത്താക്കി. കേരളത്തിൽ തീരെ കാണാൻ കഴിയാത്ത ഒന്നാണ് ചുവപ്പ് പാണ്ടകൾ. അവയെയും ഇവിടെ കണ്ടു. നല്ല വലിയ മരപ്പട്ടിയും പശുവിന്റെ അത്ര വലിപ്പമുള്ള മാനും ഈ മൃഗശാലയുടെ പ്രത്യേകതയാണ്. ഞാൻ ആദ്യമായാണ് ഒരു വെള്ളമയിലിനെ കാണുന്നത്. ഒരുപാട് പക്ഷികളും ഇവിടെയുണ്ട്. പല പല വർണ്ണങ്ങളിലും വലിപ്പത്തിലുമായി ഞാൻ ഇതുവരെ കാണാത്ത പക്ഷികൾ. സമുദ്രനിരപ്പിൽ നിന്നും 6900 അടി ഉയരത്തിൽ ഒരു കുന്നിൻ മുകളിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പ്രവേശന സമയം. 100 രൂപ ടിക്കറ്റ് ചാർജ്. മൃഗശാലയുടെ അകത്ത് വളരെ മനോഹരമായ ഒരു അമ്പലം കാണാം. ഒരുപാട് മണികൾ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ചുമരിലെല്ലാം ഒരുപാട് തുണികളും കെട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഏതോ ഒരു ആചാരത്തിന്റെ ഭാഗമായാണ് അത്. നൈനിറ്റാൾ തടാകത്തിൽ നിന്നും 1.2 കിലോമീറ്റർ അകലെ കുന്നിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സൂവിലേക്ക് പോകാൻ 60 രൂപ നിരക്കിൽ തടാകത്തിന്റെ അരികിൽ നിന്നും ചെയിൻ സർവീസ് കാറും ലഭ്യമാണ്. നൈനിറ്റാൾ വന്നാൽ മറക്കാതെ കാണേണ്ട മറ്റൊരു ഇടം ഇതാണ്.